ഉമാ തോമസ് എംഎൽഎക്ക് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു. ഒന്നാം നിലയിൽ നിന്ന് താഴെ വീണാണ് പരിക്കേറ്റത്. മൃദംഗനാദം പരിപാടിക്കിടെയാണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഒരു പൊതുപരിപാടിക്കിടെയാണ് ഈ സംഭവം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. എംഎൽഎയുടെ പരിക്ക് എങ്ങനെയുള്ളതാണ്? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അല്പം മുമ്പാണ് ഉമാ തോമസ് എംഎൽഎക്ക് വ്യക്തതയില്ല. ആജ്ഞ രവീന്ദ്രൻ അല്പസമയത്തിനകം തന്നെ ചേരുമെന്ന് മനസ്സിലാക്കുന്നു. ഉമാ തോമസ് എംഎൽഎക്ക് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. ഒന്നാം നിലയിൽ നിന്ന് താഴെ വീണാണ് പരിക്കേറ്റിരിക്കുന്നത്. മൃദംഗനാദം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അനുസരിച്ച് ഗുരുതരമായ പരിക്ക് തന്നെ എംഎൽഎക്ക് ഏറ്റിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായും ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീഴുന്നു എന്ന് പറയുമ്പോൾ പരിക്കേൽക്കാനുള്ള സാഹചര്യമുണ്ട്, സാധ്യതയുണ്ട്. അത് ഗുരുതരമായ പരിക്ക് തന്നെയാണ് എന്ന വിവരങ്ങൾ വരുന്നു. കലൂർ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ നിന്ന് വീണാണ് അപകടമുണ്ടായിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ പരിപാടി നടന്നത്. അവിടെ ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് ആണ് അപകടം. മൃദംഗനാദം പരിപാടി നടക്കുമ്പോൾ അതിൽ അതിഥിയായി എത്തിയതായിരുന്നു ഉമാ തോമസ്. ആജ്ഞ രവീന്ദ്രൻ, കേൾക്കാമോ? അല്പം മുൻപാണ് ഉമാ തോമസ് എംഎൽഎക്ക് അപകടമുണ്ടായത്. അതായത് ഈ സ്റ്റേഡിയത്തിലെ ഒന്നാമത്തെ നിലയുടെ റോയിലാണ് ഉദ്ഘാടകർക്കുള്ള വീതി ഒരുക്കിയിരിക്കുന്നത്. അവിടെ മൃദംഗനാദം പരിപാടി നടക്കുന്നതിന്റെ ഉദ്ഘാടനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് വേദിയിലേക്ക് എംഎൽഎ പ്രവേശിക്കുമ്പോഴാണ് തൊട്ടുമുൻപിൽ എത്തിയിരുന്ന ചെറിയ ഒരു റോപ്പ് താഴേക്ക് അതിൽ പിടിക്കുകയും അത് താഴേക്ക് വീഴുകയും അതിന്റെ ഒപ്പം എംഎൽഎ താഴേക്ക് വീഴുകയും ചെയ്തത്. അദ്ദേഹം തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്, ബോധമില്ലാത്തൊരവസ്ഥയിലാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഏത് തരത്തിലാണ് പരിക്ക് പറ്റിയിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വെൽഫെയർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുൻപാണ് ഈ അപകടം ഉണ്ടായത്. ഇവിടെ ഇനാഗുറേഷൻ നടത്തുന്നതിന് 12,000 നർത്തകരെയാണ് നിർത്തിക്കൊണ്ടുള്ള ഗിന്നസ് റെക്കോർഡിനുള്ള പരിപാടിയായിരുന്നു മൃദംഗനാദം സംഘടിപ്പിക്കാൻ ഒരുങ്ങിയിരുന്നത്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണ് എത്തിയിരുന്നത്. ഇവിടെ മന്ത്രി സജിഹരൻ ഇതിന്റെ പരിപാടി ഉദ്ഘാടകരെ എത്തിയിരുന്ന ഉദ്ഘാടന വേദിയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് കാലുവെട്ടി താഴേക്ക് വീഴുന്നതും അപകടമുണ്ടായതും. വീണതിന് ശേഷം അവരുടെ ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെയായിരുന്നു അദ്ദേഹം. വീഴുന്നത് മാത്രമേ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയുള്ളൂ. ആരാ വീഴുന്നതെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ അല്പം സമയമെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വെൽഫെയർ ഹോസ്പിറ്റലിലേക്ക് അവരെ കൊണ്ടുപോയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനുള്ളിൽ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്നാം നിലയിൽ നിന്ന് വീണതിൻ്റെതായ പരിക്ക് ഇപ്പോൾ ഗുരുതരമാണോ, അതായത് ഏത് സാഹചര്യത്തിലാണോ എന്നുള്ളത് കാര്യം ഇനിയും അറിയാനിരിക്കുന്നുള്ളൂ. തീർച്ചയായും കലൂർ സ്റ്റേഡിയത്തിലാണ് ഈ പരിപാടി അറേഞ്ച് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ഈ സംഘാടനത്തിലെ പിഴവ് വല്ലതുമാണോ? എന്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കുന്ന നിലയിലേക്ക്, അതും അതിഥികൾ എത്തുന്ന വഴിയിൽ അങ്ങനെ ഒരു അപകടത്തിന് പതിയിരിക്കുന്ന തരത്തിലേക്കുള്ള നിർമ്മാണം എന്തായിരുന്നു? അങ്ങനെ എന്തെങ്കിലും വീഴ്ചയാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? അത് ശരിക്കും നാരായണ പറഞ്ഞതുപോലെ വീഴ്ച എന്ന് തന്നെ വേണം പറയാൻ. കാരണം അതൊരു മുന്നിലേക്ക് ഒരു റോപ്പ് വിലപ്പിച്ച് ഈ മെറ്റൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക് റോപ്പായിരുന്നു വെച്ചിരുന്നത്. ഡിവൈഡർ പോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് റോപ്പായിരുന്നു. ആ റോപ്പിൽ പിടിച്ചപ്പോൾ അതിൽ നിന്ന് കാല് പിടിച്ച് താഴേക്ക് വീഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കസേര തന്നെ വളരെ മുന്നിലോട്ട് നീക്കിയിടുന്ന, അതായത് ഒന്നാമത്തെ ഫ്ലോറിൽ തന്നെ വളരെ മുന്നിലോട്ട് നീക്കിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കസേര തന്നെ കിടക്കുന്നത്. വളരെ സൂക്ഷിച്ച് മാത്രമേ ശ്രദ്ധിച്ച് മാത്രമേ അങ്ങോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അതുണ്ടായിട്ടുള്ളത്. പക്ഷേ എന്തായാലും അപകടം വീഴ്ചയുടെ ഇന്റൻസിറ്റി അനുസരിച്ചൊരു വലിയ അപകടമാണ്. ഒന്നാമത്തെ നിലയിൽ നിന്നും ഒരാള് അപ്രതീക്ഷിതമായി കാല് പിടിച്ച് താഴെ പൈപ്പിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതായത് ഈ സ്റ്റേഡിയത്തിലൂടെ വാട്ടർ സപ്ലൈ നടത്തുന്ന പൈപ്പിന് മെറ്റൽ പൈപ്പുകളൊക്കെ. തീർച്ചയായും നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുകയാണ്. ഗുരുതരമായ പരിക്ക് തന്നെയാണ് എംഎൽഎക്ക് ഏറ്റിരിക്കുന്നത്. നമുക്കറിയാം, സ്റ്റേഡിയത്തിലെ നിർമ്മാണമാണ്. ഒന്നാമത്തെ നിലയെന്ന് പറയുമ്പോൾ തന്നെ വലിയ ഉയർച്ചയിൽ നിന്നാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതും കോൺക്രീറ്റ് നിലത്തിലേക്കാണ് വീണിരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എംഎൽഎയെ. പക്ഷേ പരിക്ക് നിസാരമല്ല, ഗുരുതരമാണ് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ ആ നിലയിൽ എങ്ങനെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുമ്പോൾ അങ്ങനെ ഒരു VIP ഗാലറിയിൽ നിന്ന് വീഴുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതൊക്കെ ഇനിയും വിശദമായി അറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ എംഎൽഎ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. തലയ്ക്കാണ് പരിക്ക് എന്ന് മനസ്സിലാകുന്നു. എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. രക്തപ്പാടുകൾ നമുക്ക് കാണാം. വലിയ ഗുരുതരമായ പരിക്ക് തന്നെ ഏറ്റിരിക്കുന്നു.
ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണാണ് അപകടമുണ്ടായിരിക്കുന്നത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ഈ പരിപാടി നടന്നിരുന്നത്. അവിടെയാണ് ഒന്നാമത്തെ നിലയിൽ നിന്ന് താഴേക്ക് വീണ് MLAക്ക് പരിക്കേറ്റിരിക്കുന്നത്. മൃദംഗനാദം അത് ഗിന്നസ് ബുക്കിൽ പ്രവേശിക്കാൻ ഉള്ള തരത്തിലുള്ള ഒരു പരിപാടിയുടെ സംഘാടനമാണ് അവിടെ നടന്നിരുന്നത്. അവിടെ അതിഥിയായി പങ്കെടുക്കാൻ MLA എത്തുമ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത്.